ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ തന്നുകൊണ്ട് തുടങ്ങാം. കാര്യം ഇതൊരു നല്ല ലോങ് വീഡിയോ ആയിരിക്കും. ഞാനിത് എഡിറ്റ് ചെയ്യാനോ ചെറുതാക്കാനോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനോ ഉദ്ദേശിച്ചിട്ടില്ല. കാര്യം റിയൽ ടൈമിൽ ഒരു ഫുൾ ബയോജൽ സെറ്റ് ചെയ്യാൻ എത്ര സമയം വേണം എന്നും അതിൽ എന്തൊക്കെ സ്റ്റെപ്പ് എത്ര സമയം എടുത്താണ് ചെയ്യുന്നതെന്നും കാണിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമല്ല. ഈ കസ്റ്റമറിന് നമ്മൾ 4 വീക്സ് മുന്നേ ചെയ്തു കൊടുത്ത നെയിൽ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് അടുത്ത സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടിയും നമ്മുടെ കയ്യിലെ ഓയിൽസും കാര്യങ്ങളും ഒക്കെ അതിൽ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം അടുത്തൊരു ലെയർ വെക്കുന്നതിന് മുന്നായിട്ട്. അതിനുവേണ്ടി ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ചിട്ട് ഫുൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരു സെറ്റ് റീഫിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുന്നേ ചെയ്ത സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യില്ല. അതിൻ്റെ ഒരു 80 to 90% ഓഫ് ദ ബൾക്ക് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി ഒരു തിൻ ലെയർ നമ്മുടെ നെയിലിൽ തന്നെ വെക്കും. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്നറിയോ? നമ്മൾ ഓരോ തവണ നെയിൽ എക്സ്റ്റൻഷൻസ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ നെയിൽ പ്ലേറ്റിനെ ഫയൽ ചെയ്ത് റഫ് ആക്കിയിട്ടാണ് ഓരോ സെറ്റും ചെയ്യുന്നത്. അങ്ങനെ ഓരോ തവണയും എല്ലാ മാസവും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിൽ പ്ലേറ്റിന് അതൊരു ട്രോമയാണ്. അതേസമയം ഇങ്ങനൊരു ലെയർ ലീവ് ചെയ്തിട്ടാണ് റീഫിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ലെയർ നമ്മുടെ നാച്ചുറൽ നെയിൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മളപ്പം ആൽക്കഹോൾ വെച്ച് ഫുൾ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീഹൈഡ്രേറ്റർ അപ്ലൈ ചെയ്യാം. ഇതിന് മുന്നേ ഉള്ളൊരു സ്റ്റെപ്പാണ് നെയിൽ പ്ലേറ്റ് റഫ് ആക്കുക എന്നുള്ളത്. അത് ഞാൻ ഇതിൻ്റെ മുന്നിലത്തെ സെറ്റ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബാക്കി ഗ്രോത്ത് വന്ന പോർഷൻ റഫാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് എനിക്കിനി അടുത്തതായിട്ട് ഡീഹൈഡ്രേറ്റർ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ബയോജൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ക്യൂർ ചെയ്യാനുള്ള UV ലാമ്പ് സെറ്റ് ചെയ്താലോ? നെയിൽ ഡസ്റ്റ് കളക്ടർ മാറ്റി ഞാൻ UV ലാമ്പ് സെറ്റ് ചെയ്യാണ് ഇപ്പം ചെയ്യുന്നത്. എൻ്റെ ബയോജൽ പോട്ട് നല്ല രസമുണ്ടല്ലേ? അതിനോ കുറച്ച് വൃത്തികേടാണ്. പക്ഷെ എന്താ പറ്റിയെന്നറിയോ? ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ലീക്കാവും. അത് എങ്ങാനും ഒന്ന് ഫ്ലിപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ മൊത്തം ലീക്കായി അവിടെ ഫുള്ളാവും. നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റില്ല. ആൽക്കഹോൾ വെച്ച് റബ്ബ് ചെയ്താലേ ഇത് മാറുള്ളൂ. അപ്പോൾ ഒരു ഏരിയ മൊത്തം ഇത് വീണ് കിടന്നാൽ അവിടെ ഫുൾ നമ്മൾ ആൽക്കഹോൾ വെച്ച് റബ്ബ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനിത് എപ്പോഴും ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ റാപ്പ് ചെയ്താണ് വെക്കുന്നത്. ബയോജൽ എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ബ്രഷ് ആൽക്കഹോൾ വെച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും റെസിഡ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കി ഇരിക്കുന്നുണ്ട്, ഡസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫുള്ളി ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ബയോജൽ എടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ട് ഇനിയും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ടേബിളിൽ നിന്ന് മാറ്റി വെക്കുക കേട്ടോ. സോ ദാറ്റ് നമ്മുടെ വർക്ക് സ്പേസ് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കും. ഇനിയാണ് നമ്മൾ പ്രൈമർ ആഡ് ചെയ്യുന്നത്. ഞാൻ ഈ സാധനങ്ങളെല്ലാം മാറ്റി എന്താണെന്നറിയോ? പ്രൈമർ ഒരു സ്റ്റിക്കി ലെയറാണ്. ഇനി വരുന്ന ലെയേഴ്സും സ്റ്റിക്കിയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പൊടിയോ ലെൻറ്റോ ഒക്കെ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് കുറയ്ക്കാം. അപ്പോൾ ഈ പ്രൈമർ ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ജെല്ലും നമ്മുടെ നെയിലും തമ്മിൽ ഒരു ലെയർ ഓഫ് ബോണ്ട് വരാനായിട്ടാണ്. പ്രൈമർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിങ്ങിലുള്ള ചാൻസസ് വളരെ കുറയും. ബയോജൽ ആപ്ലിക്കേഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഓരോ ആർട്ടിസ്റ്റിനും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യാം. ഞാൻ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്, നല്ല തിക്ക് ലെയർ വെച്ചിട്ട് അവർ ആ നെയിൽ മൊത്തം ഒറ്റ സ്റ്റെപ്പിൽ തീർക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പേഴ്സണലി താല്പര്യമില്ല. വൺ റീസൺ ഇസ് അത്രയും വലിയൊരു എമൗണ്ട് വെക്കുമ്പോൾ ക്ലയൻറ്റിന് ഹീറ്റ് സ്പൈക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സെക്കൻഡ് റീസൺ ഇസ് അത്രയും തിക്ക് ലെയർ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ ക്യൂർ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ സെൻറ്ററിലേക്കൊക്കെ ക്യൂർ അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ലോങ് ടേമിൽ ക്ലയൻറ്റിന് നല്ലതല്ല. അതുകൊണ്ട് എൻ്റെ ഗോ ടു മെത്തേഡ് ഇസ് ആദ്യം പ്രൈമർ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ എല്ലാ നെയിലിലും
ഒരു തിൻ ലെയർ ഓഫ് ബയോജെൽ അത് ചെയ്യും. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഒരൊറ്റ കയ്യിൽ ഞാൻ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം ബ്ലോബ് പ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ അത് ഷേപ്പ് ചെയ്യൽ, അല്ലാന്നുണ്ടെങ്കിൽ നെയിൽ പെയിൻറ്റ് ചെയ്യുന്നത് പോലെ ഞാൻ ഇൻഡെക്സ് ഫിംഗറിലും മിഡിൽ ഫിംഗറിലും ചെയ്ത പോലെ ഒറ്റ ലെയറിൽ അപ്ലൈ ചെയ്യൽ. ആ 2 രീതിയിലും ചെയ്യാം. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് എ വെരി തിൻ ലെയർ. ജെൽ ചെയ്യുമ്പോൾ മാസ്റ്റർ ചെയ്യാനുള്ള ഏറ്റവും ഹാർഡസ്റ്റ് കാര്യം എന്താണെന്നറിയോ? അതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ജെൽ ഫോം ആയതുകൊണ്ട് തന്നെ ഇത് ഫോം ഹോൾഡ് ചെയ്യില്ല. ആ ഷേപ്പിൽ നമ്മൾ കീപ്പ് ചെയ്താൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഒഴുകി സൈഡിലേക്ക് പോകും. അപ്പോൾ ക്യൂട്ടിക്കിളും സൈഡ്സൊക്കെ ഫ്ലഡ് ആവാൻ ചാൻസ് ഉണ്ട്, ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്, നമുക്ക് കറക്റ്റ് അപ്പെക്സ് ഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതാണ് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ബയോജെൽ യൂസ് ചെയ്യുമ്പോൾ. ഓൾസോ ഈ ബയോജെൽ പല രീതിയിൽ ബിഹേവ് ചെയ്യും. നമ്മുടെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ അനുസരിച്ച് അത് ചിലപ്പം പതുക്കെ ആയിരിക്കും ഫ്ലോ ചെയ്യുക, ചിലപ്പോൾ സ്പീഡി ഫ്ലോ ചെയ്യും. പിന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ ഹാൻഡിൻ്റെ ടെമ്പറേച്ചർ വെച്ചിട്ടും ഇതിൻ്റെ ഫ്ലോ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കുറച്ചധികം ചെയ്തിട്ട് തിരിച്ചു വന്നാലും അതിൻ്റെ ആ ഫോം കറക്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചില ആൾക്കാർക്ക്, ഇപ്പം വാർമർ ആൾക്കാരാണെങ്കിൽ അവരുടേത് അടുത്ത നെയിൽ ചെയ്യുമ്പോൾ തന്നെ ഇത് ഒഴുകി ക്യൂട്ടിക്കിൾസിലേക്ക് പോകും. അപ്പം ഈ സാധനം മാസ്റ്റർ ചെയ്യാനാണ് ബയോജെൽ ചെയ്യുമ്പോൾ ഏറ്റവും പാടുള്ള കാര്യം. ഈ വീഡിയോ അത്യാവശ്യം നല്ല ലോങ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്ന പോർഷൻസിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണാം. കാര്യം ബയോജെൽ ആപ്ലിക്കേഷൻ തന്നെ കുറേ സമയമുണ്ട്. ഇൻ ദ മീൻ ടൈം ഞാൻ ഈ കസ്റ്റമറിനെ കിട്ടിയ കഥ പറയാം. ഈ കസ്റ്റമർ എന്നെ ഫൈൻഡ് ചെയ്യുന്നത് ഒരു ആഡിൽ കൂടെ കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് ചെയ്തു, പുള്ളിക്കാരിയുടെ റിക്വയർമെൻറ്റ്സും കൺസേൺസും ഒക്കെ ഡീറ്റെയിൽ ചെയ്തിട്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു കസ്റ്റമർ അത്രയും ഡീറ്റെയിലിൽ ഒരു കൺസേൺ പറയുന്നത്. യൂഷ്വലി എല്ലാവർക്കും എക്സ്റ്റൻഷൻസ് വേണം, ഈ ഡിസൈൻ വേണം, ഈ ഡിസൈനിന് എത്ര പ്രൈസ് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു ക്ലിയർ കൺസേൺ ഉണ്ടായിരുന്നു. ആളുടെ വർക്കിൽ ലോങ് എക്സ്റ്റൻഷൻസ് പറ്റില്ല. പക്ഷെ ആൾക്ക് കുറച്ച് നഖം വളർത്തി കഴിയുമ്പോഴത്തേക്കും തന്നെ നഖം ബ്രേക്കായി പോകുന്നൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നെയിൽസ് വൃത്തിയായിട്ടിരിക്കുന്നില്ല, ഭംഗി വരുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം. അപ്പോൾ ആൾക്ക് നെയിലിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കൂട്ടി നാച്ചുറൽ നെയിൽസ് ഗ്രോ ഔട്ട് ചെയ്യാൻ പറ്റണം. അതായിരുന്നു ആളുടെ ആവശ്യം. ഇത് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ ഈ കൺസേൺ വളരെ ക്ലിയർ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു സൊല്യൂഷൻ കൊടുക്കാനും വളരെ ഈസി ആയിരുന്നു. പുള്ളിക്കാരിക്ക് ഞാൻ കുറേ ഓപ്ഷൻസ് കൊടുത്തു. എത്രയൊക്കെ തവണ വരേണ്ട വരും, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായി. ആൾ ആക്ച്വലി കുറേ ആൾക്കാർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ഉത്തരം എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് ആൾ പറഞ്ഞത്. യൂഷ്വലി എനിക്ക് വരുന്ന കസ്റ്റമേഴ്സൊക്കെ എൻ്റെ ഈ ഏരിയയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും. ഒരു 10-15 മിനിറ്റ്സ് ഡ്രൈവ് മാക്സിമം അത്രയുള്ള ആൾക്കാരായിരിക്കും, ആ ഒരു റേഡിയസിലുള്ള ആൾക്കാരായിരിക്കും എനിക്ക് കസ്റ്റമേഴ്സായിട്ട് വരാം. പക്ഷെ ഈ ആൾ എത്ര ദൂരത്തു നിന്നാണ് വരുന്നതെന്നറിയോ? 30 മിനിറ്റ്സ് ആണ് ആളുടെ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്തേക്കുള്ള ട്രാവൽ. എന്നിട്ടും ആൾ എൻ്റെ അടുത്ത് തന്നെ വരും. സോ ഇതെനിക്ക് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ളൊരു കസ്റ്റമറാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കസ്റ്റമറാണ്. ആളുടെ നെയിൽസ് ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും. പിന്നെ കൺസിഡർ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ മുക്കിലും മൂലയിലും നെയിൽ സലോൺസ് ഉണ്ട്, പ്രൈവറ്റ് നെയിൽ ആർട്ടിസ്റ്റുകളും ഉണ്ട്. അതിൽ നിന്നൊക്കെ എന്നെ ചൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
ബേസ് ലെയർ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബയോജെൽ വെച്ചിട്ട് സ്കൾപ്റ്റ് ചെയ്ത് തുടങ്ങാം. സ്കൾപ്റ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ സ്ട്രക്ചറാണ്. നെയിലൊരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ലിഫ്റ്റ് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. നമുക്കിതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്ത് കറക്റ്റ് ഒരു ഏപെക്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ സ്കൾപ്റ്റ് ചെയ്ത നെയിൽ ലാസ്റ്റ് ചെയ്യുള്ളൂ കുറേ നാളത്തേക്ക്. അതേപോലെ പ്രോപ്പറായിട്ട് സ്കൾപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാച്ചുറൽ നെയിൽസിനെ എഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് ഏപെക്സിലേക്ക് പോവാതെ എൻഡിലേക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഓണിക്കുലോസിസ് എന്നൊക്കെ പറയുന്ന നെയിൽ കണ്ടീഷൻ വരാം. അപ്പോൾ ഇത് നല്ലോണം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ നെയിൽ ഹെൽത്തിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ പോണേ. അതേപോലെ ഈ നെയിലിൻ്റെ ഗ്രോത്ത് പോയിന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ബാക്കിലേക്ക് കയറുക എന്നൊക്കെ പറയുന്നത് ഈ പ്രോപ്പർ ബാലൻസിങ് വരാത്തപ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് നല്ലോണം സ്കൾപ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാവുന്ന ഒരു നെയിൽ ടെക്കിൻ്റെ അടുത്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ നാച്ചുറൽ നെയിൽസിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുള്ളൂ. ഈ ഹാൻഡിൻ്റെ സ്കൾപ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കൈ ഫ്ലിപ്പ് ചെയ്യുന്ന എന്തിനാണെന്നറിയോ? നമ്മൾ ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെല്ല് വല്ലതും സൈഡിലേക്ക് യൂസ് ചെയ്ത് ലെവൽ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ചെയ്താൽ ഇതെല്ലാം സെൻറ്ററിലേക്ക് പുള്ള് ചെയ്ത് വരും. ഗ്രാവിറ്റി വിൽ ഡു ഇറ്റ്സ് വർക്ക്. അത് കാരണം ഏപെക്സ് കറക്റ്റായിട്ട് ഫോം ആവും. അത് കഴിഞ്ഞ ഒരു ഫൈനൽ ഉറപ്പിക്കലാണ് കേട്ടോ. എന്തെങ്കിലും എറർ ഉണ്ടോ, എന്തെങ്കിലും ഷേപ്പിൽ വ്യത്യാസം ഉണ്ടോ, ഡിപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഈ തല തിരിച്ച് നോക്കുന്നത് എന്താണെന്നറിയോ? ആ ലൈറ്റ് വീഴുമ്പോൾ നമുക്കറിയാം അത് കറക്റ്റ് ഷേപ്പിലാണോ അതോ എന്തെങ്കിലും എറേഴ്സ് അതിലുണ്ടോ എന്ന്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആ ചെറിയ ബ്രഷ് വെച്ചിട്ട് ഞാൻ അത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഈ 4 ഫിംഗേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താണെന്നറിയോ? തമ്പ് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ UV ലൈറ്റിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴത്തേക്കും തമ്പിൻ്റെ ആംഗിൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ജെല്ലിൽ മൂവ് ചെയ്ത് അതിൻ്റെ എപെക്സ് സൈഡിലേക്ക് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 4 ഫിംഗേഴ്സ് മാത്രം ചെയ്ത് അത് ക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പ് സെപ്പറേറ്റ് ആയിരിക്കും ചെയ്ത് ക്യൂർ ചെയ്യാം. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ചെറുതാക്കാനോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനോ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കുറേ നേരം ഈ സെയിം സ്റ്റെപ്പ് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണാം. എനിക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഒന്നും പറയാനും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണാം, സ്പീഡ് കൂട്ടിയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ് ചെയ്തും കാണാം.
ബയോജെല്ലിൻ്റെ സ്ട്രക്ചറിൻ്റെ പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇനിയും കളർ ചൂസ് ചെയ്യാൻ പറയായിരുന്നു. ആളെപ്പോഴും ഒരു ന്യൂഡ് ഷെയ്ഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ആളുടെ കൈയോട് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത്തവണ ആ ന്യൂഡിന്ന് ഒരിത്തിരി പൊടിക്ക് കുറച്ചുകൂടെ ഡാർക്കറാണ് ആൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സ്ട്രക്ചറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഇനി എന്തെങ്കിലും ഇഷ്യൂ ഞാൻ കാണാതെ പോയി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത്. നമ്മൾ ഫൈനലി സീൽ ചെയ്യുന്നതിന് മുന്നായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് മാറ്റാമല്ലോ. ഇപ്പം നമ്മൾ നാച്ചുറൽ നീലിൻ്റെ മുകളിലാണ് ഇതിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ലിഫ്റ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് ഇത്. ആ ഫ്രീ എഡ്ജ് ഒന്നുകൂടെ ജെല്ല് വെച്ചൊന്ന് ലൈൻ ചെയ്ത് വിടും. അത് യൂഷ്വലി എല്ലാവരും ചെയ്യണം എന്നില്ല. മറ്റേ ജെല്ല് ചെയ്യുമ്പോൾ തന്നെ അത് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് വിടാം. ഇത് ഞാനൊന്ന് ഡബിൾ ഷുവർ ആവാനായിട്ട് ഒന്നുകൂടെ ചെയ്യുന്നതാണ്. ആ ഫ്രീ എഡ്ജ് കുറച്ചുകൂടെ ഒന്ന് പുറത്തേക്ക് ജെല്ല് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യും, ഒരു പൊടിക്ക്. അങ്ങനെ വരുമ്പോൾ ഫ്രീ എഡ്ജ് എക്സ്പോസ് ആയിരിക്കില്ല, അതിൽ ലിഫ്റ്റിംഗ് വരില്ല. നാച്ചുറൽ നെയിലിൻ്റെ മുകളിൽ ചെയ്തു എന്ന് ഉദ്ദേശിച്ച എന്താണെന്ന് അറിയോ? എക്സ്റ്റൻഷൻ ടിപ്സോ ഒന്നും അടിയിൽ വെച്ചിട്ടില്ല. ആളുടെ നാച്ചുറൽ നെയിലാണ് ഏറ്റവും അടിയിലുള്ള. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത ജെല്ലിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, അതിൻ്റെ മുകളിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്.
സ്ട്രക്ചർ മൊത്തം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇത് മൊത്തം ഇനിയും ആൽക്കഹോൾ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കാം. നമ്മൾ ഈ ജെല്ല് ചെയ്ത് കഴിയുമ്പോഴേ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ അപ്പോഴും സ്റ്റിക്കി ആയിരിക്കും. നമുക്ക് തൊട്ട് നോക്കിയാൽ നമ്മുടെ കയ്യിൽ അത് പറ്റും, പക്ഷെ ആക്ച്വലി അത് ക്യൂർ ആയിട്ടുണ്ടാവും. മുകളിലെ ആ ഒരു ടാക്കി ലെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോളിഡ് ആയിരിക്കും. അത് റിമൂവ് ചെയ്യാൻ നമുക്ക് ആൽക്കഹോൾ തന്നെ വേണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നെയിൽ എന്ത് വൃത്തിയായിട്ടായിരിക്കുന്നല്ലേ. നാച്ചുറൽ ഫിനിഷ്, പക്ഷേ നല്ല സ്ട്രോങ്ങർ ആൻഡ് ഹെൽത്തിയർ. ഇനിയും നമ്മൾ ഫ്രീ എഡ്ജിൻ്റെ ഷേപ്പിംഗ് കറക്റ്റ് ചെയ്ത് സൈഡ് പാരലൽസും കൂടെ ഷേപ്പ് ചെയ്ത് നേരെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രൊജക്ഷൻസോ അല്ലെങ്കിൽ ബൾജസോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഫയൽ ചെയ്ത് നേരെ ആക്കാം. പ്രോപ്പറായിട്ട് ജെല്ല് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിൻ്റെ ആവശ്യം വരാറില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനിങ്ങനെ ചെയ്തു വിടും. ഞാൻ ശരിക്കും ഓർത്തത് ഇതൊരു ഫിനിഷ്ഡ് നെയിൽ ആവുന്നത് വരെ കണ്ടിന്യൂസ് കാണിക്കാമെന്നാണ്. പക്ഷെ ഇപ്പം തന്നെ ഒരു 35 മിനിറ്റായി. നോ എഡിറ്റ്സ്, നോ ഫാസ്റ്റ് ഫോർവേഡിങ്, നത്തിങ്. പക്ഷേ ഒരു സോളിഡ് കളർ പെയിൻറ് അടിക്കുന്നത് കാണാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു അസംഷനിൽ ഞാൻ ഓർക്കുന്നത് ഇവിടുന്ന് കട്ട് ചെയ്യാം, എന്നിട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള നെയിലും കൂടെ കാണിക്കാം. അതുപോലെ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് എൻഡ് വരെ കാണിച്ചാലോ? ഇതിലിപ്പം ഞാൻ ചെയ്യുന്നത് നെയിൽ ഫയൽ ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ആൽക്കഹോൾ വെച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ പൊടിയും കാര്യങ്ങളൊക്കെ വന്നത് ഫുൾ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബേസ് കോട്ട് അപ്ലൈ ചെയ്യും, നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യും, ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യും, പിന്നെ ക്യൂട്ടിക്കിൾ ഓയിൽ ആൻഡ് ക്രീം. ദാറ്റ്സ് ഇറ്റ്.